ആരാച്ചായി? താൻ പറഞ്ഞത് ശരിയാ. ആ മമ്മൂട്ടിയുടെ പടത്തിൽ അവൻ തന്നെ ആയിരുന്നു. ബെറ്റ് വെച്ച 100 രൂപ. മാടമ്പള്ളിയിലെ ആ ചിത്തരോഗി ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലേ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലും പുകവലിക്ക് വലിയ വില. ഹലോ ഹലോ ഹലോ. എടാ സോറിട്ടാ. എന്ത്? എടാ സോറിയുടെ ക്ഷമിക്ക്. എന്നാടാ ഈ പാതിരാത്രിക്ക്? എടാ നീ കുറച്ച് നാൾ ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോയല്ലേ? എനിക്ക് ഇംഗ്ലീഷ് മെസ്സേജിന്റെ അർത്ഥം എന്ന് പറഞ്ഞോടാ. എന്ത്? അതെ, ഗോ ടു ഹെൽ യു ബാസ്റ്റാർഡ് ഡോണ്ട് എവർ മസാജ് മീ അഗൈൻ. ദിസ് ഈസ് ദി ലാസ്റ്റ് വാർണിംഗ് എന്ന് വെച്ചാ എന്താടാ? വല്ല നരത്തിലോട്ടും പോടാ തന്തയില്ലാത്തവനെ. എടാ നിനക്ക് അർത്ഥം പറഞ്ഞു തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിട്ടാ. പാതിരാത്രിക്ക് എന്റെ തന്ത കുളിച്ചോണ്ടല്ലോ. എടാ ഞാൻ എൻ്റെ അർത്ഥം പറഞ്ഞാ നീ ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി മേലെ മെസ്സേജ് അയക്കരുതെന്ന്. ആഹാ, അതാണ് അതിന്റെ അർത്ഥം. ആ, നിനക്കിത് ആരയച്ചതാ? ഹലോ, കട്ട് ചെയ്താത്തേണ്ടി. നമ്മളെ ഒന്നും ചീത്ത വിളിക്കാൻ പോലും ഒരു പെങ്കുച്ചില്ലല്ലോ ദൈവമേ. Well waited for Iniesta, wants the return. എന്താ പല്ലടിക്കണത്? കളി കളിക്കുന്ന 15 മിനിറ്റ് അല്ല 77 ഗോൾ അടിച്ചിട്ടേ. എടാ ഇന്ന് ഫുട്ബോളിന് സെഞ്ചുറി അടിക്കും. പോടാ 78 ഗോൾ അടിച്ചിട്ട് സോറി, ഞാൻ പാസ് നട കേട്ടത്. നല്ല ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ஷாருக் கான், சல்மான் கான் மாதிரி அழகா இருக்கிற பசங்க 2% தான் இருக்காங்க. மீதி என்ன மாதிரி பசங்க 98% இருக்கும். மெஜாரிட்டி நாங்க தான். 98% பொண்ணுங்க அழகா இருக்கிற 2% பசங்க லவ் பண்ண. സഹോ ഇതിന്റെ അർത്ഥം എന്താന്ന് പറ. യു ആർ സച്ച് എ പെർവർട്ട്. സ്റ്റോപ്പ് സ്റ്റാൾക്കിംഗ് മീ സൺ ഓഫ് എ ബിച്ച്. നല്ല ഉഗ്ര തെറി. എടാ എന്തിനാണ് നീ അർത്ഥം പറ സഹോ. ഒന്ന് പോട ഞരമ്പ് രോഗി, നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ പട്ടി എന്നൊക്കെയാണ്. ആഹാ, അങ്ങനെയാണല്ലേ. ഇതാരാടാ നിനക്ക് അയക്കണേ? ഹലോ ഹലോ
വെച്ച തിണ്ടി. സ്യൂട്ട് റൂം എല്ലാം ഫുള്ളാണ് സാറേ. എന്ന് പറഞ്ഞ എങ്ങനെയോ ശരിയാവുന്നത് സാറേ ചൂടായിട്ട് കാര്യമില്ല സാറേ. എന്റെ സഹോദരൻ, ഞാൻ ചൂടാകണല്ല, എന്റെ ടോൺ ഇങ്ങനെയാണ്. സഹിച്ചേട്ടായി, ആ ജെയിംസ് സാർ മുകളിലിരിപ്പുണ്ട്, നീ വാ. ഞാനൊന്ന് വെറുതെ ചാൻസ് ചോദിച്ചോളൂ. ഞാൻ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. അന്ന് തന്നെ ഒരു നീക്ക് തെറി എന്നെ പുള്ളി വിളിച്ചതാ. പിന്നെ ഇപ്പൊ റൂം എടുത്ത് തെറി പറയേണ്ട കാര്യം ഉണ്ടെന്നേ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. വാ നീ. ചേട്ടായി, ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും മിണ്ടായിരിക്കണ, അറക്കണേ കുമ്പോടൊന്ന് പടക്കല്ലേ. അറക്കാനോ? വാ. കിച്ചു അല്ലേ? തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്തിനാന്ന് മനസ്സിലായോ? സാറ്, ഞാനന്ന് എന്റെ അടുത്ത പടത്തില് കിച്ചുന് നായകനാകാൻ പറ്റും. സാർ കളിയാക്കണതല്ലേ? അതെന്താടു, താൻ നായകനാ കൊള്ളില്ലേ? എന്റെ ഈ സിനിമയിലെ ക്യാരക്ടറിന് താൻ ആപ്റ്റാണ്. എന്താ പറയാ, പണ്ട് ഈ ശ്രീനിവാസനൊക്കെ ചെയ്തില്ലേ, അതുപോലൊരു ക്യാരക്ടർ. എടോ, എന്റെ ഫാമിലി ലൈഫില് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ചാൽ തീരാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈഗോ കാരണം ഞങ്ങൾ രണ്ടാളും വേണ്ടിയില്ല. അവസാനം എന്റെ സങ്കടമൊക്കെ മനസ്സിലായപ്പോഴാണെന്നറിയോ, ഞാനന്ന് കിച്ചനോട് പൊട്ടിത്തെറിച്ചില്ലേ അന്ന്. ഇപ്പോ എല്ലാം ഓക്കെ ആയി, ഞങ്ങൾ ഹാപ്പിയായി. വഴക്കൊക്കെ മാറിയപ്പോ അവൾ എന്നോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, തനിക്കൊരു ചാൻസ് തരണം. പക്ഷെ ഇതാ ഇമോഷന്റെ പുറത്തൊന്നും അല്ല കേട്ടോ, എന്റെ ക്യാരക്ടറിന് താൻ കറക്റ്റാ അല്ലേ സജി? പിന്നെ ഇവിടെ തനിക്കിപ്പോഴും വിശ്വാസമായില്ലേ? സജി ഇന്ന് തന്നെ അഡ്വാൻസ് തരും. അപ്പൊ എങ്ങനെ, നായകനാകല്ലേ? ആൻമരിയ നല്ല കാശുള്ള കുടുംബത്തിലെ പെങ്കൊച്ച. അച്ഛൻ ദുബായില, അമ്മ വൈഫ് ഹൗസ്. ഹൗസ് വൈഫ്. പിന്നെ ഒരാങ്ങളെ ചെറുക്കനുണ്ട്, അവൻ ഫുൾ ടൈം ജിമ്മില. ജിമ്മില എടാ, നീയും ജിമ്മിനാന്ന് ഓർത്ത് നീ പേടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഈ സിനിമ അടിവരെ കെട്ടാനുള്ള കോഴ്സ് പഠിക്കുന്ന പരമ വിഡ്ഢിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അവക്കൊക്കെ വലിയ ഗ്ലാമർ ഉള്ളവരൊക്കെ പിടിക്കുള്ളായിരിക്കും. പിന്നെ എന്നിട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് മാത്രമാണ് പെണ്ണ് കിട്ടുന്നത്. നിനക്കും കിട്ടൂടാ സഹോ. ജെയിംസ് ആന്റണി സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ ആരാ? എടാ, അപ്പൊ പിന്നെ നിന്റെ പുറകെ പെമ്പിള്ളേർ ക്യൂ ആയിരിക്കും. ആ ക്യൂവിൽ പൊരുവേരത്തെ പെങ്കൊച്ചിനെ കൊണ്ട് നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാ പിന്നെ നോക്കാല്ലേ? പിന്നെ അല്ലാതെ.